മാടായി പൂരോത്സവത്തിന്റെ ഭാഗമായി നടന്ന പൂരച്ചന്ത ഏറെ ശ്രദ്ധേയമായി. ജാതിമതഭേദമന്യെയാണ് ആളുകൾ പൂരച്ചന്തയിലെത്തിയത്. ഒരു കാലത്ത് അടിമച്ചന്ത പോലും ഇവിടെ നിലനിന്നിരുന്നതായും പഴമക്കാർ പറയും. മാടായിക്കാവ് പൂരോത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ് ഈ പൂരച്ചന്ത. പണ്ടുകാലത്ത് ഉപ്പു മുതൽ കർപ്പൂരം വരെ ലഭിച്ചിരുന്നു ഈ ചന്തയിൽ. കാർഷിക ഉൽപ്പന്നങ്ങൾ, മൺചട്ടി, പച്ചക്കറികൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ കൂടാതെ പുഴമത്സ്യങ്ങൾ ഉൾപ്പെടെ പൂരച്ചന്തയിൽ ലഭിക്കും. ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നും എത്തുന്നവരാണ് ചന്തയിൽ സാധനങ്ങൾ വിൽക്കുന്നത്. കാലം മാറിയിട്ടും പൂരച്ചന്തയിൽ സാധനങ്ങൾ വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒരു നാടിന്റെ ചരിത്രത്തിനൊപ്പം ഈ പൂരച്ചന്തയും ചേർത്ത് വയ്ക്കാനാവും. പണ്ടുകാലത്ത് അടിമകളെ കാർഷിക ജോലികളും മറ്റും ചെയ്യുന്നതിനായി ഇവിടെ വെച്ച് വിൽപ്പന നടത്തിയതായും പഴമക്കാർ പറയുന്നു. പണ്ടുകാലത്ത് ദൂരദേശങ്ങളിൽ നിന്നും നടന്ന പൂരച്ചന്തയിലേക്ക് വന്ന് സാധനങ്ങൾ വാങ്ങിയിരുന്നതും ചിലർ ഓർത്തെടുക്കുന്നുണ്ട്. ഒരല്, ഒലക്ക, അതുപോലെ തന്നെ ഒരുപാട് ഉറി, അമ്മിക്കല്ല്, പിന്നെ അടുക്കളയിൽ വേണ്ടുന്നതും വീട്ടിൽ വേണ്ടുന്ന കാർഷിക ഉപകരണങ്ങൾ, കർഷകർക്ക് വേണ്ടുന്ന കൈക്കോട്ട്, അതുപോലെ തന്നെയുള്ളതായ ഉപകരണങ്ങൾ മുതൽ എല്ലാ സാധനങ്ങളും എന്തെല്ലാം ഒരു വീട്ടിലേക്ക് വേണം, ഒരു കൊല്ലത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വിൽപ്പന നടത്തുന്ന ഈ പ്രദേശത്താകെ, ഈ പ്രദേശത്ത് ഞാൻ മാടായി മാത്രമല്ല, മാടായിൻ്റെ ചുറ്റുമുള്ള ഏഴോം, അതുപോലെ തന്നെ ചെറുകുന്ന്, മാട്ടൂല്, രാമന്തളി, ചെറുകുന്ന്, ചെറുതാഴം, ഇങ്ങനെയുള്ള എല്ലാ പ്രദേശത്തുള്ള ആളുകൾ അന്ന് ഇവിടെ നടന്നു വന്നിട്ടാണ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാറ്. മാടായിപ്പാറയിലാണ് പൂരച്ചന്ത ഒരുക്കിയത്. പൂരോത്സവത്തിന്റെ അവസാന ദിവസം സാധനങ്ങൾ വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പൂരോത്സവത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ഈ പൂരച്ചന്തയ്ക്ക്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.